കുട്ടികളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരിടത്തൊരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ അതിമനോഹരമായ ഒരു കാടായിരുന്നു അത്. ആ കാട്ടിൽ ഒരുപാട് ജീവികൾ താമസിച്ചിരുന്നു. അവരുടെ എല്ലാം വീടായിരുന്നു ആ കാട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വലിയ ശബ്ദത്തോടെ ചില യന്ത്രങ്ങളും മനുഷ്യരും കാടിനുള്ളിലേക്ക് എത്തി. അവർ മരങ്ങൾ മുറിക്കുകയും വിഷപ്പുക ഉയർത്തുകയും ചെയ്തു. നമ്മുടെ വീടാണ് ഇവർ നശിപ്പിക്കുന്നത്. ആന പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ഒത്തുകൂടി. നമുക്ക് ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യാം. കുറുക്കൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാരും ചേർന്ന് വലിയ ഒരു തീരുമാനം എടുത്തു: കാട് രക്ഷിക്കണം. അതിനായി മുറിച്ച തൈകൾക്കു പകരം പുതിയ തൈകൾ നട്ടുപിടിപ്പിക്കുകയും അതിലൂടെ കാടിനെ രക്ഷിക്കാം എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അതിനായി അവർ കുറെ തൈകൾ കൊണ്ടുവരികയും കുറച്ചുപേർ വിത്ത് നടുകയും കുറച്ചുപേർ വെള്ളം കോരുകയും ചെയ്തു. പിന്നീട് അവർ കാടിന്റെ അതിരിൽ ഒരുമിച്ച് നിന്ന് ഒരു വലിയ ഇലയിൽ എഴുതി എല്ലാരെയും കാണിച്ചു. അതുവഴി വന്ന ഒരു കൊച്ചു പെൺകുട്ടി അത് കാണുകയും കണ്ട വിവരം അവരുടെ ഗ്രാമത്തിൽ ചെന്ന് പറയുകയും ചെയ്തു. ഈ വാർത്ത കേട്ട ഗ്രാമത്തിലെ ആളുകൾ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും കാടിനെ പുനഃസൃഷ്ടിക്കാൻ ഉള്ള മൃഗങ്ങളുടെ പ്രയത്നത്തെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആ കാട്ടിൽ സന്തോഷവും സമാധാനവും തിരികെയെത്തി. കുട്ടികളെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൃഗങ്ങൾക്കും ഒരു വീടുണ്ട്, അതാണ് കാട്. നമുക്ക് അത് സംരക്ഷിക്കാം, സ്നേഹിക്കാം.